100-ലധികം വനിതകളെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിച്ച് എൻട്രി മോണ്ടിസോറി കോഴ്സ്. നിങ്ങൾക്കും ഒരു മോണ്ടിസോറി ടീച്ചറാക്കാം. ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പർ ഡയൽ ചെയ്യുക. ഫസ്റ്റ് ക്ലാസ് ഇസ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ബിക്കോസ് ദാറ്റ് ഇസ് അവർ ഡെമോ ക്ലാസ്. നമ്മൾ ഡെമോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഓൾ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പേടിപ്പെടുത്തുന്ന, നിങ്ങളെ കുറച്ച് പേടിപ്പിക്കുന്ന ടോപ്പിക്കാണ്. അതായത് ഡെമോ ക്ലാസ്. എല്ലാവരും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കോഴ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്ത് തീരാറാവുന്നവർക്കൊക്കെ ഏറ്റവും ഒരു പേടി സ്വപ്നമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്താ? നിങ്ങളുടെ ഇന്റർവ്യൂ അല്ലെ? അവിടെ പോയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യും, എങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ക്ലാസ്? നത്തിങ് ടു വറി. സി, ഫസ്റ്റ് ക്ലാസ് ഇസ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മൾ എന്തായാലും അത് ഓവർകം ചെയ്യണം അല്ലെ? നമ്മൾ പറയത്തില്ലേ ചില കാര്യങ്ങൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്ക് പേടിയാണെന്ന്. എന്തുകൊണ്ടാ? ആ പേടി മാറണമെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് ട്രൈ ടു ഓവർകം ദാറ്റ്. എപ്പോഴെങ്കിലും ഒരു വട്ടം നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറുന്നത് അല്ലേ? സോ ഇതിനെ നിങ്ങൾ വളരെ ധൈര്യമായിട്ട് ഭയങ്കര കൂളായിട്ട് ഡീൽ ചെയ്താൽ മതി. വെരി ഈസിയാണ്. ഡെമോ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ജോബ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ എങ്ങനെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സി, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് അവർ ആവശ്യപ്പെടുന്ന കാര്യം ഡെമോ എടുക്കുക എന്നുള്ളതാണ് അല്ലേ? എപ്പോഴും മനസ്സിൽ വെക്കുക, എങ്ങനെ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് ഇസ് ഈദർ സ്റ്റോറി ഓർ റൈം. ഇത് ഏതെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്ത് വേണം അവരെ ഫസ്റ്റ് അട്രാക്ട് ചെയ്യാൻ. നിങ്ങൾ ഏത് ലെസൺ ആണോ എടുക്കാൻ പോകുന്നത് അതിന് റിലേറ്റ് ചെയ്ത് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു റൈം ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റാർട്ട്. അപ്പൊ തന്നെ പകുതിയും കുട്ടികൾ നിങ്ങളിലോട്ട് എത്തിക്കഴിയും. ഇനി നൗ ദ നെക്സ്റ്റ് തിങ് ഇസ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഡിസിപ്ലിൻ അവരോട് പറയുക. അതായത് ആ ഡെമോ ക്ലാസ് ടൈം അത്രയും അവർ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾസ് ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ക്ലാസ് അത്രയും നേരം നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ ഒരു സെറ്റ് ഓഫ് റൂൾ ഫ്രെയിം ചെയ്യുക. ആ റൂൾസ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കുട്ടികളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഡോണ്ട് ട്രൈ ടു ഇമ്പോസ് ഇറ്റ് ടു ദം. ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നു വേണ്ട. വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ ചെയ്ത്, ഡോണ്ട് ഓഫർ ചോക്ലേറ്റ്സ് ഒന്നും ഓഫർ ചെയ്യരുത്. യു ക്യാൻ ഗീവ് ദം സ്റ്റാർസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മൈലീസ് കൊടുക്കാം, അങ്ങനെയൊക്കെ ഓഫർ ചെയ്യുക. റൂൾസ് പാലിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇഫ് യു ആർ ഫോളോയിങ് ദ റൂൾസ് പ്രോപ്പർലി, ഈ ക്ലാസ് ഡ്യൂറേഷൻ അത്രയും നിങ്ങൾ ഇങ്ങനെ റൂൾ ഫോളോ ചെയ്താൽ, എക്സ്പ്ലെയിൻ യുവർ റൂൾസ്. സപ്പോസ് യു ഹാവ് 5 സെറ്റ് ഓഫ് റൂൾസ് മീൻസ് അല്ലെങ്കിൽ ആ 5 റൂൾസ് നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് പറയണം ഈ റൂൾ ഫോളോ ചെയ്യുന്നവർക്ക് ഐ ഗീവ് യു ദിസ്, ഐ ഗീവ് യു ദാറ്റ് എന്നൊരു ഓഫർ കൊടുത്ത് ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യുക. ദാറ്റ് ഷുഡ് ബി യുവർ second step. So first you can attract them with a story or a rhyme, then go for imposing. Imposing should not be forceful, friendly imposing അല്ലേ? ഒരു ഭയങ്കര അവർ പോലും അറിയാത്ത രീതിയിൽ ചോക്ലേറ്റ് കോട്ട് ചെയ്ത് ഡിസിപ്ലിൻ സെറ്റ് ഓഫ് റൂൾസ് അവർക്ക് കൊടുക്കുക. Now what is the third thing? See, before giving them activities, നമ്മളിപ്പോൾ എല്ലാവരും ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് അല്ലേ? ആക്ടിവിറ്റി നിങ്ങൾക്ക് റിസോഴ്സസ് കാണും, മെറ്റീരിയൽസ് കാണും, വർക്ക് ഷീറ്റ്സ് കാണും. സോ ബിഫോർ ഗിവിംഗ് ദാറ്റ് ടു ദ ചിൽഡ്രൻ, give them clear instructions. ഒരിക്കലും ഒരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അവർക്ക് ബിൽഡിംഗ് ബ്ലോക്സ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുവാണ്, കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനും അവർ ശ്രദ്ധിക്കില്ല. കാരണം എന്താ? ദേ ആർ ക്യൂരിയസ് ടു മേക്ക് ദാറ്റ് അല്ലെ? അവർക്ക് ആ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ആണ്, എന്താണ് അത് വെച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ആക്ടിവിറ്റിയിലോട്ട് അവർ മാറിക്കഴിയും. സോ ഡോണ്ട് ട്രൈ ടു ഗീവ് ദ ഇൻസ്ട്രക്ഷൻ ഇൻ ബിറ്റ്വീൻ. നിങ്ങൾക്ക് ആക്ടിവിറ്റി കുട്ടിക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ മെറ്റീരിയൽ വെച്ചിട്ട് ആ കുട്ടി നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ബിഫോർ ദ ആക്ടിവിറ്റി ഗീവ് ഇറ്റ് ടു ദം. വെരി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഐഡിയ അവരോട് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? നൗ ദ നെക്സ്റ്റ് തിങ് ഇസ് വർക്ക് ഷീറ്റ് ഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വർക്ക് ഷീറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഇന്ന ആക്ടിവിറ്റീസ് അല്ല ഇന്ന ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർ ആയിട്ട് പോവുക. സോ ഫസ്റ്റ് തിങ് ഇസ് യു ക്യാൻ സെറ്റിൽ ഡൗൺ വിത്ത് എ സ്റ്റോറി ഓർ എ റൈം. സെക്കൻഡ് തിങ് ഇസ് ഡിസിപ്ലിൻ. തേർഡ് തിങ് ഇസ് give them clear instruction before the activity itself. സോ അങ്ങനെയാവുമ്പോൾ കുട്ടി നിങ്ങളുടെ ട്രാക്കിലോട്ട് വരും. അവരെല്ലാവരും നിങ്ങളുടെ ട്രാക്കിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം എന്നൊരു പ്രോപ്പർ ക്ലാരിറ്റി കിട്ടുന്നത് കൊണ്ട് അവർ തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവില്ല, ക്ലാസ് മെസ്സപ്പ് ആവില്ല, ഡിസിപ്ലിൻ പക്കായിട്ട് പോകും. Now the third thing is ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ അസസ് ചെയ്യുന്ന അവിടെ ഒരാളുണ്ടാവും അല്ലേ? ബിക്കോസ് ദാറ്റ് ഇസ് അവർ ഡെമോ ക്ലാസ്. നമ്മൾ ഡെമോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരെ അറിയിക്കണ്ടേ ഇവിടെ വർക്ക് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നു എന്ന്? അവർ ക്ലാസ്സിന്റെ ഒരു കോർണറിൽ ഇരുന്നായിരിക്കും നമ്മളെ വാച്ച് ചെയ്യുന്നത്. എങ്ങനെ അവരെ അറിയിക്കാൻ പറ്റും? ആസ്ക് ദ ചിൽഡ്രൻ ക്വസ്റ്റ്യൻസ്. സീ, നിങ്ങൾ അടുത്ത് പോയി നിൽക്കുമ്പോൾ
അവർ വർക്ക്ഷീറ്റ് ഫില്ല് ചെയ്യുന്നത് വെച്ചിട്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുന്നത് വെച്ചിട്ടോ അവരോട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ ദേ ഷുഡ് ബി കേപ്പബിൾ ടു ആൻസർ. അങ്ങനെ ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കുമ്പോൾ ആ ക്ലാസ് ഇരിക്കുന്ന ഒബ്സർവറിന് മനസ്സിലാവും, ഓക്കെ, ഈ ലെസൺസ് ഈ കുട്ടിയിലോട്ട് എത്തുന്നുണ്ട്. ദ ടീച്ചർ ഇസ് കേപ്പബിൾ ടു ടീച്ച് ദ ചിൽഡ്രൻ, അല്ലെ? അല്ലെങ്കിൽ ആ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ മൈൻഡിലോട്ട് പേസ്റ്റ് ആവുന്നുണ്ട്. ദ ചൈൽഡ് ഇസ് ഏബിൾ ടു റീപ്രൊഡ്യൂസ് ദാറ്റ്. കുട്ടിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനും പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഇസ് സബ്പ്ലീനറി എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു മിഡിൽ അസസ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ അസസ് ചെയ്യുക. സോ ദ ഒബ്സർവർ വിൽ കം ടു നോ ദാറ്റ് യുവർ ലെസൺ ഇസ് ഗോയിങ് ഇഫക്റ്റീവ്ലി. അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് ഡെമോയുടെ ഇടയ്ക്ക്, അല്ലെ? ഫസ്റ്റ് ഡിസിപ്ലിൻ ഉണ്ടാവണം, ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയിരിക്കണം. ഒരിക്കലും മെറ്റീരിയൽസ് ഒന്നും എടുത്ത് കുട്ടികൾ കളിക്കാൻ പാടില്ല നമ്മളുടെ ഡെമോയുടെ ഇടയ്ക്ക്. അങ്ങനെ കളിക്കരുതെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസ് കൊടുക്കുക. അതുപോലെ ഇത് കഴിയുമ്പോൾ എന്ത് വേണം? സബ്പ്ലീനറി അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് നടത്തി പോവുക. അസസ്മെന്റ് ഷുഡ് ബി പോസിറ്റീവ് കേട്ടോ. എപ്പോഴും അസസ്മെന്റ് നടത്തുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, വലിയ ലോങ് ആൻസേഴ്സിനൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു കളയരുത്. ബിക്കോസ് ദ ചൈൽഡ് മേ നോട്ട് ബി ഏബിൾ ടു റീപ്രൊഡ്യൂസ് ഇറ്റ്, അല്ലെ? അത്ര വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റുന്ന ഏജ് ഗ്രൂപ്പ് അല്ല. സോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ലൈക്ക് ട്രൂ ഓർ ഫോൾസ് ആവാം, അല്ലെങ്കിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആവാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വേണം അസസ്മെന്റ് ചെയ്യാൻ. ഓക്കെ, വാക്ക് അറൌണ്ട് ദ ക്ലാസ്. ഒരു കോർണറിൽ അല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് പഠിപ്പിക്കുകയേ ചെയ്യരുത്. എല്ലാ ടേബിളിന്റെയും അടുത്ത് പോയി എല്ലാ കുട്ടിയും അറ്റൻഡ് ചെയ്യണം. ആൻഡ് ദ ഒബ്സർവർ ഷുഡ് കം ടു നോ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ലെസൺ. ആ ടീച്ചർ ആ ലെസണിൽ ഇറങ്ങി ഓരോ കുട്ടിയുടെയും അടുത്ത് ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അസസ് ചെയ്യുന്നുണ്ടെന്ന് ഒബ്സർവറിന് മനസ്സിലാവണം. ഓക്കെ, നൗ ഫൈനലി എന്താ വേണ്ടത്? ലെസൺ എല്ലാം കഴിയുമ്പോൾ ദർ ഷുഡ് ബി ആൻ അസസ്മെന്റ്, ആൻഡ് ഓവറോൾ അസസ്മെന്റ്. നിങ്ങൾ ക്ലാസിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നിങ്ങൾക്ക് അതൊരു ട്രൂ ഓർ ഫോൾസ് സെക്ഷൻ ആയിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ച കാര്യം ഇപ്പൊ സപ്പോസ് യു ആർ ഗിവിംഗ് ദ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആസ് യുവർ ലെസൺ. ഡോക്ടർ ഇസ് വർക്കിംഗ് ഇൻ എ പോസ്റ്റ് ഓഫീസ്. ട്രൂ ഓർ ഫോൾസ്? കുട്ടി എന്ത് പറയും? ഫോൾസ്. അപ്പൊ നമ്മൾ എന്താ പറയും? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണോ? No, you should not stop the child there. Very good. Okay, you can give them very good. ശരി, very good പറഞ്ഞു. എന്തുകൊണ്ടാണ്? Why is it false? You can ask another child. എന്തുകൊണ്ടാണ് അത് false എന്ന് പറഞ്ഞത്? അപ്പൊ ആ കുട്ടി അത് പറയാൻ കേപ്പബിൾ ആയിരിക്കണം. Doctor is not working in a post office. Then where he is? അപ്പൊ നെക്സ്റ്റ് കുട്ടിയോട് നിങ്ങൾക്ക് ചോദിക്കാം, then where he is working? He is working in a hospital. See, അവിടെ ഒരു സീരീസ് ഓഫ് ആൻസർ അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ് നടക്കുന്നുണ്ട് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ. അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ഒബ്സർവർ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യും. എത്രത്തോളം ഹൈ റേഞ്ചിലോട്ട് അല്ലെങ്കിൽ ഹയർ ഏരിയസിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലെസൺസിനെ കൊണ്ടുപോകാന്നുള്ളത് ആ ഒബ്സർവറിന് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, then your demo will be super. സോ ഇതാണ് ഒരു ബേസിക് ആയിട്ട് ഒരു ഡെമോ എടുക്കേണ്ട ഒരു ഐഡിയ. സോ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ഹൗ ടു ടേക്ക് എ ഡെമോ ക്ലാസ്. അപ്പൊ ഇനി ഇപ്പൊ ഡെമോ എടുക്കുമ്പോൾ പേടി കൂടാതെ എടുക്കാൻ ശ്രമിക്കുക, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇത്രയും ബേസിക് കാര്യങ്ങളൊന്നും ഓർത്താൽ തന്നെ നിങ്ങളുടെ ഡെമോ ഈസി ആയിട്ട് പോകും. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് പ്ലേസ്ഡ് ആകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.